എങ്കിലും ദൈവം നമുക്ക് ഇങ്ങനെ ഒരു കൂടിവരവ് നൽകിയല്ലോ. തിരുസന്നിധിയിൽ നിന്ന് ദൈവം നമ്മൾ വായിച്ചു കേട്ട ആ തിരുവചനങ്ങളെ അല്പമായി നമുക്കൊന്ന് ധ്യാനിക്കാം. വിശ്വാസ ജീവിതത്തിന്റെ പ്രാരംഭഘട്ടങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ടൊക്കെ അലങ്കൃതമാണ്. കനാവിൽ കർത്താവായ യേശുക്രിസ്തു തന്റെ അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ ആരംഭമായി ചെയ്തത് അങ്ങോട്ട് ഏകദേശം കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിത അവസാനം വരെയും ഇങ്ങനെയുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് വിശുദ്ധ ഗ്രന്ഥം നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ന് ആത്മീക ഗോളത്തിലേക്ക് നോക്കിയാലും അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നാലെ മനുഷ്യർ വിരഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നതിനും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തായിരിക്കാം ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടാൻ പോകുന്നത്. ഈ ലോകത്തിൽ കർത്താവായ യേശുക്രിസ്തു ആയിരുന്നപ്പോൾ ആയിരക്കണക്കിന് ജനങ്ങൾ തന്നെ പിൻഗമിച്ചതായിട്ട് തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒരിക്കൽ ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു കൺവെൻഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ജനങ്ങൾ കൂടി വന്നിരിക്കെ കർത്താവായ യേശുക്രിസ്തു പിതാവിൽ നിന്ന് പ്രാപിച്ചതായ മാറ്റമില്ലാത്ത വചനങ്ങൾ പ്രഘോഷിച്ച ശേഷം ജനങ്ങൾ ക്ഷീണിതരെന്ന് കണ്ട് അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുവാൻ തന്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിച്ചു. അങ്ങനെ 5000-ൽ പരം ആളുകൾ ഭക്ഷിച്ച് തൃപ്തരായി. അത്ഭുതങ്ങൾ അങ്ങനെ മുൻപോട്ട് പോയി. പിന്നീടും അങ്ങനെ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, വീര്യപ്രവൃത്തികളെ ചെയ്ത് അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഇഹലോക ജീവിതത്തിലെ തന്റെ 3.5 വർഷക്കാല ഐഹിക ജീവിതകാലത്തിലെ പ്രാരംഭകാലങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നിറഞ്ഞതായിരുന്നു. എന്നാൽ തന്റെ ജീവിതത്തിന്റെ 2ാം ഘട്ടം എന്ന് പറയുന്നത് യാതൊരു അത്ഭുതവും കർത്താവായ യേശുക്രിസ്തു ചെയ്തില്ല എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിക്കും, എന്താണ് കർത്താവായ യേശുക്രിസ്തു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാതിരുന്നത്? പരീശന്മാരും ശാസ്ത്രിമാരും ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തുവിനോട് പറഞ്ഞു, ഗുരു, അങ്ങിൽ നിന്ന് ഒരു അത്ഭുതവും അടയാളവും ചെയ്തു കാണിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കും. അപ്പോൾ കർത്താവ് പറഞ്ഞു, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അത്ഭുതങ്ങളും അടയാളങ്ങളും തിരയും. യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ നിങ്ങൾക്കൊരടയാളം തരുവാൻ ഇല്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങൾ, ഇല്ലെങ്കിൽ ആധ്യാത്മിക ജീവിതത്തിന്റെ തികവ്, പൂർണ്ണത എന്നൊക്കെ പറയുന്നത് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നാലെയുള്ള അഭിരമിച്ചുള്ള ജീവിതമല്ല എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. ഇന്ന് പെന്തക്കോസ്ത് ഗോളം പോലും വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. ആത്മീക ഗോളങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങൾ ആവശ്യക്കാരായതുകൊണ്ട് ഭാരങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ മനുഷ്യ ജീവിതത്തെ നിരന്തരം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആവശ്യക്കാരായ ജനങ്ങളെ ഏതെങ്കിലും വിധത്തിൽ വഞ്ചിച്ചും വശീകരിച്ചും അത്ഭുതങ്ങളിലേക്കും അടയാളങ്ങളിലേക്കും ഈ അന്ത്യകാലത്ത് മനുഷ്യ ജീവിതങ്ങളെ തിരിച്ചുവിടുന്നത് പിശാചിന്റെ ഒരു ചതിയാണ് എന്ന് ഓർത്തുകൊള്ളണം. ഒരിക്കൽ ഭക്തനായ ഒരു മനുഷ്യൻ ഇപ്രകാരം തന്റെ ജീവിതാനുഭവത്തോട് ചേർത്ത് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ എന്റെ കർത്താവായ യേശുക്രിസ്തു ഒരു അത്ഭുതവും അടയാളവും ചെയ്തില്ലെങ്കിലും, എന്നോട് ഒരു വാക്കുപോലും സംസാരിച്ചില്ലെങ്കിലും എന്റെ ജീവിതാവസാനം വരെ എന്റെ കർത്താവിനെ ഞാൻ പിൻഗമിക്കും. എന്നാൽ ഇന്നത്തെ ആത്മീക ഗോളം നോക്കിയാൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ മാത്രം ലക്ഷ്യമാക്കി ഇന്നിവിടെ കടന്നു വന്നവരും ഞാൻ ചിന്തിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ എന്റെ ജീവിതത്തിൽ ഒന്ന് നടന്നിരുന്നെങ്കിൽ ഒന്നുകൂടെ എന്റെ വിശ്വാസം വർദ്ധിച്ചേനെ എന്നായിരിക്കും. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒന്നും ചെയ്തില്ലെങ്കിലും ഒരത്ഭുതങ്ങളും നമുക്ക് കാണുവാൻ കഴിഞ്ഞില്ല എങ്കിലും എന്റെ കർത്താവിനെ ഞാൻ പിൻഗമിക്കും എന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? വിശുദ്ധ പൗലോസ് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ആപത്തിനോ വാളിനോ നഗ്നതയ്ക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു ശക്തിക്കും കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയുകയില്ല. അത്ഭുതങ്ങൾ നടക്കുകയില്ല എന്നല്ല, നടക്കും. അതിൽ പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു, അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പക്ഷേ ദൈവമക്കൾ ഒരിക്കലും അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നാലെ പോകുന്നവരായി മാറരുത്.
ഈ ലോകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ താൻ കാൽവരി ക്രൂശിൽ 3 ആണികളിന്മേൽ തൂങ്ങിക്കിടക്കുമ്പോൾ തന്നെ ക്രൂശിച്ചവരും ചുറ്റും നിന്നവർ പറഞ്ഞു, മറ്റുള്ളവരെ രക്ഷിച്ചവനെ നിനക്ക് നിന്നെ തന്നെ രക്ഷിക്കുവാൻ കഴിയുകയില്ലയോ? ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. ഒരു വെല്ലുവിളിയാണ് കർത്താവിന്റെ മുമ്പിൽ അവർ വെച്ചത്. എന്താണ് അവർ വെച്ചത്? അവർ പറഞ്ഞത്, നസറായനായ യേശുവേ, നീ ലോകത്തെ മുഴുവൻ രക്ഷിച്ചു, എന്നാൽ നിനക്ക് നിന്നെ തന്നെ രക്ഷിപ്പാൻ കഴിയുന്നില്ല. നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്നിപ്പോൾ ഇറങ്ങി വാ, ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. ഇന്നത്തെ ആത്മീക നേതൃത്വമായിരുന്നുവെങ്കിൽ ഈ ജനങ്ങളിലൊക്കെ, ഈ കൂടപ്പെട്ട ജനങ്ങളുടെ ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നസറായനായ യേശു ക്രിസ്തു ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നേനെ. പക്ഷെ യേശു അവിടെ അത്ഭുതമൊന്നും ചെയ്തില്ല. ചെയ്തോ? ആളെ കൂട്ടാനാണെങ്കിൽ ആ കൂടപ്പെട്ടവരൊക്കെ വിശ്വസിക്കട്ടെ, ഞാൻ ദൈവപുത്രനാണ്, എന്താണെങ്കിലും മരിക്കാൻ പോവുക, ഒരത്ഭുതം കൂടെ ചെയ്തേക്കാം, ഇത്രയും ജനങ്ങൾ രക്ഷിക്കപ്പെടുമല്ലോ, വിശ്വസിക്കുമല്ലോ എന്ന് കർത്താവ് ചിന്തിച്ചില്ല. അവൻ അവിടെ അത്ഭുതം ഒന്നും ചെയ്തില്ല. ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തു അത്ഭുതങ്ങളെ ചെയ്ത് തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചവൻ ഒരത്ഭുതവും ഒരടയാളവും ലോകത്തിന്റെ മുൻപാകെ കാണിച്ചു കൊടുക്കാതെ ഹീനമായ ഒരു മരണമാണ് കാൽവരി. ഒരു പാപിയെ പോലെ, ഒരു നിസ്സഹായനെ പോലെയാണ് അവൻ മരിച്ചത്. ഒരിക്കൽ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ, ഏതോ ഒരു ഹൈന്ദവ ഭക്തനാണ് എന്നാണ് എൻ്റെ ഊഹം, തന്റെ ഭാര്യയ്ക്ക് തീരെ സുഖമില്ലാത്തൊരവസ്ഥയിൽ ഒരു ക്രിസ്ത്യൻ മിഷൻ ഹോസ്പിറ്റലിൽ തന്റെ ഭാര്യയെ അഡ്മിറ്റ് ചെയ്തു. അത്യാസന്ന നിലയാണ്. ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ എവിടെയോ തന്റെ പ്രിയപ്പെട്ടവളെ പ്രവേശിപ്പിച്ചു. അതിന്റെ പുറത്ത് ആകപ്പാട് തന്റെ പ്രിയപ്പെട്ടവളുടെ അസ്വസ്ഥതയും രോഗവും കഷ്ടവും നിമിത്തം ഈ പ്രിയപ്പെട്ട സഹോദരൻ ആകപ്പാടെ ഹോസ്പിറ്റലിന്റെ വെളിയിൽ കിടന്നിങ്ങനെ പിടയ്ക്കുകയാണ്. തന്റെ ഭാര്യയ്ക്ക് എന്തായി തീരും? മരിക്കുമോ? തന്റെ കുഞ്ഞുങ്ങൾ അനാഥനായി തീരുമോ? എന്ത് സംഭവിക്കുമെന്നറിയാൻ കഴിയാത്ത വിധത്തിൽ ഇങ്ങനെ ഹൃദയം കിടന്ന് പിടയ്ക്കുകയാണ്, വേദനപ്പെടുകയാണ്. ഇത് കണ്ടുകൊണ്ടിരുന്ന ആ ഹോസ്പിറ്റലിലെ 1-2 നേഴ്സുമാര് ആ സഹോദരനെ വിളിച്ചു ചോദിച്ചു, എന്താണ് താങ്കൾ ഇത്ര പ്രയാസപ്പെടുന്നത്? എന്താണ് താൻ ഇത്ര? അപ്പൊ പറഞ്ഞു, എന്റെ ഭാര്യ ഈ ഹോസ്പിറ്റലിന്റെ IC യൂണിറ്റിൽ അഡ്മിറ്റ് ആണ്, അവൾ അത്യാസന്ന നിലയിലാണ്, എന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹോസ്പിറ്റലിലെ അസിസ്റ്റേഴ്സ്, നേഴ്സസ് അവര് പറഞ്ഞു, അവര് ഏതോ ഒരു പക്ഷേ ക്രിസ്തു വിശ്വാസികളായിരിക്കണം. അവർ പറഞ്ഞു, ഈ ഹോസ്പിറ്റലിൽ ദാണ്ട് അവിടെ ഒരു ചാപ്പലുണ്ട്, ആ ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല. പറഞ്ഞു, നിങ്ങൾ അവിടെ പോയാൽ മതി, അവിടെ യേശുവിന്റെ ഒരു ക്രൂശിത രൂപമുണ്ട്. ഇദ്ദേഹത്തിന് ആകെപ്പാട് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, യേശു ക്രിസ്തു നിങ്ങളെ സഹായിക്കും, ആ ചാപ്പലിലേക്ക് പോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, അവിടെ ഇരിക്കാനും കരയാനും ഒക്കെ സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞ് ഈ സിസ്റ്റേഴ്സ് അദ്ദേഹത്തെ ആ ചാപ്പലിലേക്ക് ഗൈഡ് ചെയ്തു. ഹോസ്പിറ്റലിലൊക്കെ നിങ്ങൾക്കറിയാം, ഇന്നത്തെ പ്രമുഖ ഹോസ്പിറ്റലുകളിലൊക്കെ ഒരു വശത്ത് ട്രീറ്റ്മെന്റ് നടക്കുന്നുവെങ്കിലും മറുവശത്ത് ഒരു ചാപ്പൽ അവരവരുടെ ഭക്തിക്കനുസരിച്ചിരുന്ന് പ്രാർത്ഥിക്കത്തക്ക വിധത്തിലൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ പാവപ്പെട്ട മനുഷ്യൻ ആ സിസ്റ്റേഴ്സ് പറയുന്നത് കേട്ട് ആ ചാപ്പലിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ആരും ആ ചാപ്പലിലില്ല. ഇദ്ദേഹം അവിടെ നിന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോൾ കയ്യിലും കാലിലും ആണി അടിച്ച് തൂക്കപ്പെട്ട് കിടക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് കണ്ടത്. ഇദ്ദേഹം ചിന്തിച്ചു, ദാ കിടക്കുന്നവൻ എന്നെക്കാളും പരിതാപകരമായ അവസ്ഥയിലാണ് കിടക്കുന്നത്, പിന്നെ ഞാൻ എങ്ങനെ അവനോട് പ്രാർത്ഥിക്കുന്നത്? ഇദ്ദേഹം പാടുപെട്ട് നിരാശപ്പെട്ട് വേദനപ്പെട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ ദേണ്ട കിടക്കുന്നു, ഇവനേക്കാളും പരിതാപകരമായ ഒരുത്തൻ കാൽവരി ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നു. ഈ പാവപ്പെട്ടവന് സങ്കടം തോന്നി. എന്റെ വിഷമം അറിയിക്കാനാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്, താണ്ട് എന്നെക്കാളും പരിതാപകരമായ അവസ്ഥയിൽ ഒരുത്തൻ തൂങ്ങിക്കിടക്കുന്നു. അദ്ദേഹം ഓടി പുറത്തു വന്നു. സിസ്റ്ററെ, നിങ്ങൾ എന്തുവായി പറഞ്ഞേ? പറഞ്ഞു, അതാണ്ട് അവിടെ ഈ കിടക്കുന്ന മനുഷ്യൻ നിസ്സഹായനായി കാൽവരി ക്രൂശിൽ 3 ആണികളിൽ മേൽ പരസഹായം കൂടാതെ അനങ്ങാൻ പോലും കഴിയാതെ കിടക്കുന്ന ഇദ്ദേഹത്തോട് ഞാൻ എന്തോ പ്രാർത്ഥിക്കാനാ? ഇപ്പൊ എന്റെ സഹായം അദ്ദേഹത്തിന് ആവശ്യമായി വരുമല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോ സിസ്റ്റേഴ്സ്, ആ സഹോദരിമാര് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ എല്ലാ വേദനകളെയും സഹിച്ചവനാണ്, അവൻ എല്ലാ കഷ്ടങ്ങളെയും അനുഭവിച്ചവനാണ്, അവന് നിന്റെ വേദനകളെയും കഷ്ടങ്ങളെയും മനസ്സിലാക്കുവാൻ കഴിയും, നീ പോയി അവനോട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അദ്ദേഹം അവിടെ പോയി കണ്ണും പൂട്ടിയിരുന്ന്
പ്രാർത്ഥിച്ചു. ക്രൂശിത രൂപത്തിലേക്കൊന്നും നോക്കിയില്ല. കണ്ണും പൂട്ടി ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു. തന്റെ ഭാര്യയ്ക്ക് സ്വസ്ഥത ലഭിച്ചു. ഞാൻ പറഞ്ഞത്, ക്രൂശിക്കപ്പെട്ടവനായ കർത്താവ് നിസ്സഹായതയിലാണ് മരിച്ചത് എന്ന് നമ്മൾ ഓർത്ത് കൊള്ളണം. ഞാൻ പറഞ്ഞത്, ആധ്യാത്മിക ജീവിതത്തിന്റെ ഒരു തികവ്, അതിന്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാ. ഇതൊന്നും കണ്ട് ഇതൊന്നും ആയിരിക്കരുത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പരീശന്മാർ പറഞ്ഞു, നീ ഒരു അടയാളം ചെയ്ത് കാണിക്ക്, നീ ഒരു അത്ഭുതം കാണിക്കുക, ഞങ്ങൾ വിശ്വസിക്കാം. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാൻ ആയിരക്കണക്കിന് ജനങ്ങൾ കർത്താവിനെ പിൻഗമിച്ചിരുന്നു. എന്നാൽ ഒരു കാര്യം ഓർക്കണം, അപ്പം തിന്നുവാൻ തന്റെ കൂടെ കൂടിയവരും, രോഗസൗഖ്യത്തിനു വേണ്ടി തന്റെ കൂടെ കൂടിയവരും, അത്ഭുതങ്ങളും അടയാളങ്ങളും തേടി കൂടിയവരൊന്നും പെന്തക്കോസ്ത് നാളിൽ ക്രൂശിക്കപ്പെട്ട ശേഷം ഉദ്യതനായ കർത്താവിന്റെ ശിഷ്യന്മാരുടെ ഗണത്തിൽ അവരാരുമില്ലായിരുന്നു. അപ്പം തിന്ന 5000-ൽ പരം ആളുകൾ എവിടെ പോയി? രോഗസൗഖ്യം പ്രാപിച്ചവർ എവിടെ പോയി? ഭൂതങ്ങൾ വിട്ടുപോയവർ എവിടെ പോയി? അവരാരും ഈ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവസഭയുടെ തുടക്കത്തിൽ ഇവരാരും കണ്ടില്ല. അപ്പം തിന്നവർ അങ്ങനെ പോയി, രോഗസൗഖ്യം പ്രാപിച്ചവർ അങ്ങനെ പോയി. പക്ഷേ നിത്യജീവന്റെ മൊഴികൾ കണ്ടെത്തിയവർ കർത്താവിനോട് കൂടെ ഇരുന്നു. പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങളെ കണ്ടിട്ടല്ല, അടയാളങ്ങളെ കണ്ടിട്ടല്ല, പിന്നെയോ പത്രോസിനോടും തന്റെ ശിഷ്യന്മാരോടും കർത്താവായ യേശുക്രിസ്തു തന്റെ ഉപദേശത്തിന്റെ ശ്രേഷ്ഠതയെ അങ്ങ് പ്രസ്താവിച്ചപ്പോൾ ശിഷ്യന്മാരിൽ പലരും, അനേകരും കർത്താവിനെ വിട്ട് പിൻവാങ്ങിപ്പോയി. ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് ഗ്രഹിപ്പാൻ കഴിയുമെന്ന് ചിന്തിച്ച് അനേകരും കർത്താവിനെ വിട്ട് പിൻവാങ്ങിപ്പോയി. ഏകദേശം 10-11 പേര്, എങ്ങും പോകാനില്ലാത്ത, ആശ്രയമില്ലാത്ത, കർത്താവിനെ പിൻഗമിച്ച കർത്താവും തന്റെ ശിഷ്യന്മാരും ഇങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, എന്താ നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ? അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ നിന്നെ വിട്ടിട്ട് എവിടെ പോകും? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. ഈ ലോകത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ടിട്ട് പ്രിയപ്പെട്ടവരെ ജീവിക്കുന്ന അനുഭവങ്ങളല്ല, പിന്നെയോ നിത്യജീവനിലേക്ക് ഒരു മനുഷ്യനെ നടത്തുന്ന ആ മൊഴികളാണ് ഭക്തന്മാർ കണ്ടെത്തിയത്. അവർക്കേ കർത്താവിനെ പിൻഗമിക്കാൻ കഴിയത്തുള്ളൂ. അത്ഭുതങ്ങളെ കണ്ടവരും അടയാളങ്ങളെ കണ്ട് കർത്താവിനെ പിൻഗമിച്ചവരും ഇന്നല്ലെങ്കിൽ നാളെ പ്രത്യേകമായ സാഹചര്യത്തിൽ കർത്താവിനെ തള്ളിക്കളഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ നിത്യജീവന്റെ മൊഴികളെ കണ്ടെത്തിയവർ എല്ലാവരും വിട്ടുപോയാലും കർത്താവിനെ വിട്ടു പോകത്തില്ല. അങ്ങനെ പത്രോസ് പറഞ്ഞത്, കർത്താവേ, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? നമുക്ക് ആ പാട്ടിന്റെ അടികളും ചേർന്ന് പാടാം. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനേ, നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനേ, നിന്നെ വിട്ടിട്ടാടിയങ്ങൾ എങ്ങു പോയി വസിക്കും? നിന്നെ വിട്ടിട്ടാടിയങ്ങൾ എങ്ങു പോയി വസിക്കും? നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനേ, നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനേ, നിന്നെ വിട്ടിട്ടാടിയങ്ങൾ എങ്ങു പോയി വസിക്കും? നിന്നെ വിട്ടിട്ടാടിയങ്ങൾ ഓ നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനേ, നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനേ. കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവന്റെ മൊഴികളെ നമ്മൾ കണ്ടെത്തണം. നിത്യജീവന്റെ മൊഴികൾ കണ്ടെത്തിയവർ ആരെല്ലാം പിന്മാറിപ്പോയാലും കർത്താവിനെ വിട്ടു പോവുകയില്ല. ഭൗതികമായ നേട്ടങ്ങളോ അത്ഭുതങ്ങളോ അടയാളങ്ങളോ അതിൽ അഭിരമിച്ചും അതിനുവേണ്ടിയും കർത്താവിനെ പിൻഗമിക്കുന്നവർ പെന്തക്കോസ്ത് നാളിൽ ഇല്ലാതിരുന്നത് പോലെ, കാര്യത്തിന്റെ ഗൗരവമായ സാഹചര്യങ്ങൾ കാണാതിരിക്കുന്നത് പോലെ പലപ്പോഴും കാണാതായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്ഭുതങ്ങളെ മാറ്റിവെക്കാം, അടയാളങ്ങളെ മാറ്റിവെക്കാം, നിത്യജീവന്റെ മൊഴികളെ നമുക്ക് ശ്രമിക്കാം. നാം ചിന്തിച്ച വേദവാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് വീണ്ടും കൊണ്ടുവരാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 44 മുതലുള്ള വാക്യങ്ങൾ വീണ്ടും നമുക്ക് വായിക്കാം. ഏകദേശം 6 മണി നേരമായപ്പോൾ, ശ്രദ്ധിക്കണമേ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണാനന്തരം ക്രൂശിൽ കിടക്കുന്ന കർത്താവായ യേശുക്രിസ്തു തന്റെ
അവസാന സമയങ്ങളിൽ ഈ ലോകത്തിൽ സംഭവിച്ച ചില സംഭവങ്ങളെ വിശുദ്ധ ലൂക്കോസ്, വിശുദ്ധ മത്തായി ഇവരൊക്കെ തന്റെ സുവിശേഷ ഭാഗങ്ങളിൽ വളരെ വ്യക്തമായി എടുത്തു കാണിച്ചിരിക്കുകയാണ്, വരച്ച് കാണിച്ചിരിക്കുകയാണ്. വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞതുപോലെ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നിങ്ങളുടെ മുൻപാകെ വരച്ച് കാണിച്ചിരിക്കുകയാണ്. ഇവിടെ വിശുദ്ധ ലൂക്കോസ് ചെയ്തത് അതാണ്. എന്താണ്? കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരണത്തോട് മല്ലടിച്ച് 3 ആണികളിൽ ഒരു മരക്കുരിശിന്മേൽ തൂങ്ങി തന്റെ പ്രാണനെ വിടുവാൻ ഇങ്ങനെ പിടയുന്ന സമയത്ത് ഈ ലോകത്തിൽ, ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത്. നമ്മുടെ ശ്രദ്ധയെ നമുക്ക് വാക്യങ്ങളിലേക്ക് കൊണ്ടുവരാം. ഏകദേശം 6 മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയി. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തോടനുബന്ധിച്ച് ഈ പ്രപഞ്ചം അതിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൽ നടന്നതായ ചില തെളിവുകൾ, ചില അടയാളങ്ങൾ, ചില അത്ഭുതങ്ങൾ മനുഷ്യ ജീവിതത്തിൽ നടന്നതല്ല, മനുഷ്യ ജീവിതത്തിൽ നടന്ന അനുഭവങ്ങളല്ല, പിന്നെയോ ഈ പ്രപഞ്ചം കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണവും മരണവും എങ്ങനെയാണ് സ്വീകരിച്ചത് എന്ന് ഈ വേദഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒന്നാമത് സംഭവിച്ചത്, ഈ ലോകത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു മാറ്റപ്പെട്ടപ്പോൾ ലോകത്തിന്റെ വെളിച്ചമായ, പ്രപഞ്ചത്തിന്റെ പ്രഭയായ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ നിന്ന് തന്റെ 33.5 വർഷം ഏകദേശ ശുശ്രൂഷകൾ തികച്ച് തന്റെ പ്രാണൻ പിതാവിന്റെ പക്കൽ ഭരമേൽപ്പിച്ച് സ്വർഗലോകങ്ങളെ നോക്കി പറന്നുയരുവാൻ തുടങ്ങുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഒന്നാമത് സംഭവിച്ച എന്താണെന്ന് അറിയാമോ? സൂര്യൻ ഇരുണ്ടുപോയി. ഒന്നുകൂടെ വായിക്കാം. ഏകദേശം 6 മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയി. ശ്രദ്ധിക്കണമേ, ഇതിൽ നിന്നുകൊണ്ട് ചില ആത്മീക കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണ്. തിരുവചനങ്ങളൊന്നും പ്രിയപ്പെട്ടവരെ ഭൗതികമായി ചിന്തിക്കേണ്ടതല്ല, അത് ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ പ്രാകൃതന്മാർ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനെ അങ്ങ് എന്ത് വന്നാലും അങ്ങ് അനുഗ്രഹിച്ച് അങ്ങ് വിടണം, ഇല്ലേ? എന്തെല്ലാം കുഴപ്പം കാണിച്ചാലും ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ആരെല്ലാം എന്തെല്ലാം കുഴപ്പം കാണിച്ചാലും ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആത്മനിർഭരമായിരിക്കും. അടങ്ങി ഒതുങ്ങി ജീവിച്ചില്ലെങ്കിൽ ഗുണം പിടിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല. അടങ്ങി ഒതുങ്ങി ജീവിച്ചില്ലെങ്കിൽ ഗുണം പിടിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല. അപ്പോ നമ്മുടെ തെറ്റുകൾ തിരുത്തുന്നതും നേരായ പാതയിൽ നമ്മെ നടത്തുന്നതും പലർക്കും ഇഷ്ടമല്ല. നമ്മുടെ നിത്യതയിൽ എറണാകുളത്ത് സെൻട്രൽ പാസ്റ്ററായിട്ട് നിത്യതയിൽ പ്രവേശിച്ച ബഹുമാനപ്പെട്ട മേലില സമൂലൂട്ടി പാസ്റ്റർ പലപ്പോഴും സുവിശേഷ വേലക്കാരായ ഞങ്ങൾക്കും ദൈവമക്കളായ നിങ്ങൾക്കും വചനങ്ങളെ പറഞ്ഞു വരുമ്പോൾ തന്റെ ഒരു ഉദ്ധരണി ഇതായിരുന്നു. ഒരു പൂച്ചയെ ഉദ്ദേശിച്ചാണ് പറയാറ്. പൂച്ചയെ ഇങ്ങനെ തലയിൽ നിന്ന് താഴോട്ട് തലോടുന്നത് പൂച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്രർ ശബ്ദമൊക്കെ കേൾപ്പിച്ച് പൂച്ച എങ്ങനെ നമ്മുടെ കൂടെ അങ്ങ് ഇരിക്കും. കേട്ടിട്ടില്ലെങ്കിൽ കടിക്കാത്ത പൂച്ചയാണെങ്കിൽ വീട്ടിൽ പോയി തലോടി നോക്കിയാൽ നല്ലതാ. ഉണ്ടെങ്കിൽ ഇനി പൂച്ചയെ വാങ്ങിക്കാനൊന്നും പോകണ്ട. അതിന് വേണ്ടിയിട്ട് മേലില സമൂലൂട്ടി പാസ്റ്റർ പറഞ്ഞത്, ഈ പൂച്ചയെ എങ്ങനെ തലയിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ തടവുന്നത് പൂച്ചയ്ക്കും ഇഷ്ടമാണ്, ചിലപ്പോൾ നായ്ക്കൾക്കും അങ്ങനെയുള്ള ഇഷ്ടമായിരിക്കും. അദ്ദേഹം പറഞ്ഞു, തിരിച്ച് താഴെ നിന്ന് മേലോട്ട് തലോടി നോക്കണം പൂച്ചയുടെ സ്വഭാവം അറിയണമെങ്കിൽ. മേലോന്ന് തലേന്ന് താഴോട്ട് തലോടിയ ഭയങ്കര ഇഷ്ടമാണ്, പൂച്ച നമ്മുടെ കൂടെ ഇരിക്കും. തിരിച്ച് താഴേന്ന് മേലോട്ടൊന്ന് തലോടി നോക്കണം, ഉടനെ ഒരു അടിയും ഒരു കടിയും കിട്ടിയിരിക്കും. എല്ലാവർക്കും അങ്ങനെയാണ്. ഇങ്ങനെ തലേന്ന് താഴോട്ട് ഇങ്ങനെ പതിയെ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്ന ഇഷ്ടം. തിരിച്ചൊന്ന് തലോടിയാൽ നോക്കിയാൽ ആകെപ്പാടെ പ്രശ്നങ്ങളാണ്. അപ്പൊ നമ്മുടെ ആത്മീയ ജീവിതം പ്രിയപ്പെട്ടവരെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഈ നാളുകളിൽ നമ്മൾ നയിക്കപ്പെടണം. ആത്മീയ ഗോളം വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും വഞ്ചിക്കപ്പെടരുത്. ഇവിടെ പ്രിയപ്പെട്ടവരെ കർത്താവായ യേശുക്രിസ്തു വലിയൊരു അത്ഭുതം ചെയ്തിട്ടല്ല മരിച്ചത്. അത്ഭുതം ചെയ്തു കാണുവാൻ ആഗ്രഹിച്ച മനുഷ്യരുടെ മുമ്പിൽ നിസ്സഹായനായിട്ട് ഒരത്ഭുതം ചെയ്യാതെ ആ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാതെ അവിടെ കിടന്നൊരു മനുഷ്യനെ പോലെ, ഒരു ഭാവിയെ പോലെ അവൻ മരിച്ചു. അവർ പറഞ്ഞു, നസ്രായനായ യേശുവേ, നീ ഇറങ്ങി വാ, നീ ലോകത്തെ രക്ഷിച്ചവനല്ലേ, ഞങ്ങൾ വിശ്വസിക്കാം. യേശു ഇറങ്ങി വന്നിരുന്നെങ്കിൽ ഇന്ന് ഈ മുഴുവൻ ലോകവും ക്രിസ്ത്യാനികളെ കൊണ്ട് നിറഞ്ഞേനെ.
കർത്താവായ യേശു ക്രിസ്തു അന്ന് ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നുവെങ്കിൽ ഈ മുഴുവൻ ലോകവും ക്രിസ്ത്യാനികളെ കൊണ്ട് നിറഞ്ഞേനെ. പക്ഷേ അങ്ങനെ നിറയ്ക്കാനല്ല ദൈവത്തിന്റെ ഉദ്ദേശം. അതൊന്നും ദൈവം ചെയ്തില്ല. എന്നാൽ പ്രപഞ്ചത്തിൽ ചില അത്ഭുതങ്ങൾ നടന്നു, പ്രകൃതിയിൽ ചില അത്ഭുതങ്ങൾ നടന്നു, പ്രപഞ്ചത്തിൽ ചില അടയാളങ്ങൾ നടന്നു, പ്രകൃതിയിൽ ചില അത്ഭുതങ്ങൾ നടന്നു. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിതനായി മരണത്തോട് മല്ലടിച്ച വേളകളിൽ ഒന്നാമത് ലോകത്തിന്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോയി, ഇരുളായി പോയി. ഒന്നുകൂടെ ഭാഗം വായിക്കാം. ഏകദേശം 6 മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയി എന്നാണ് വായിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ നിന്ന് നഷ്ടമായപ്പോൾ, ഈ ലോകത്തിന് നഷ്ടമായപ്പോൾ, പരമരക്ഷകൻ ഈ ലോകത്തിൽ നിന്ന് തന്റെ പ്രാണനെ പാപികൾക്കായിട്ട് പരമയാഗമായി അർപ്പിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഈ ലോകത്തിന്റെ വെളിച്ചം നഷ്ടപ്പെടുകയായിരുന്നു, പ്രപഞ്ചത്തിന്റെ പ്രഭ നഷ്ടപ്പെടുകയായിരുന്നു. പ്രിയ ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കൂടാതെ നിനക്ക് പലതും നേടാൻ കഴിഞ്ഞേക്കാം. ധനം നേടാൻ കഴിഞ്ഞേക്കാം, ജോലി നേടാൻ കഴിഞ്ഞേക്കാം, ഭവനം നേടുവാൻ കഴിഞ്ഞേക്കാം, വാഹനം നേടുവാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ക്രിസ്തു ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ, ഈ ലോകത്തിന്റെ വെളിച്ചമായ സൂര്യൻ ഇരുണ്ടുപോയതുപോലെ യേശു നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോൾ നിന്റെ ജീവിതവും ഇരുളിലേക്ക് വഴുതി മാറുകയാണ്. ഓർത്തുകൊള്ളണം. ഈ പ്രപഞ്ചത്തിന് ആ പരമചൈതന്യം നഷ്ടപ്പെട്ടപ്പോൾ, ഈ ലോകത്തിൽ കർത്താവായ യേശു ക്രിസ്തു മരണത്തെ പൂകിയപ്പോൾ പ്രപഞ്ചത്തിന്റെ വെളിച്ചം ഇരുണ്ടുപോയതുപോലെ ഒരു ദൈവപൈതന്റെ ജീവിതത്തിൽ ക്രിസ്തു നഷ്ടപ്പെടുമ്പോൾ, നാം ദൈവത്തിൽ നിന്ന് അന്യപ്പെടുമ്പോൾ, കർത്താവിൽ നിന്ന് അകന്നു മാറുമ്പോൾ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്റെ ജീവിതം ഇരുളിലേക്ക് വഴുതി നീങ്ങുകയാണ്. മറന്നു കളയരുത്. ഈ ലോകം ആകമാനം ഇരുളിലാണ്. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുകയാണ്. നിന്റെ ജീവിതത്തിൽ നിന്ന് ദൈവാംശം നഷ്ടപ്പെട്ടു പോകുവാൻ, നിന്റെ ജീവിതത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു നഷ്ടപ്പെട്ടു പോകുവാൻ, നിന്റെ ജീവിതത്തിൽ നിന്ന് ദൈവം അന്യപ്പെട്ടു പോകുവാൻ നീ അനുവദിക്കരുത്. ആരായിരുന്നാലും ശരി, ദൈവ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്ത് നിന്ന് മരണം വഴിയായി ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം മാറ്റപ്പെട്ടപ്പോൾ ഈ ലോകത്തോട് പ്രപഞ്ചം വിളിച്ചു പറഞ്ഞു, സൂര്യൻ വിളിച്ചു പറഞ്ഞു, രക്ഷിതാവ് മാറിയാൽ ജീവിതം ഇരുളിലാവും. ശ്രദ്ധിക്കണമേ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരേ ഒരു ജീവിതമേ നമുക്ക് ഈ ലോകത്തിലുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഈ ലോകം വിട്ട് മാറ്റപ്പെടേണ്ടതായിട്ട് വരും. നിന്റെ രക്ഷകനിൽ നിന്ന് നീ അകന്ന് ജീവിക്കരുത്. നിന്റെ ജീവിതത്തിൽ നിന്ന് കർത്താവ് നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കരുത്. നിന്റെ ജീവിതം ഇരുളിലായി പോകുവാൻ നീ അനുവദിക്കരുത്. കർത്താവിനെ വിട്ടകന്നുള്ള ജീവിതം കൂരിരുളിൽ തപ്പിത്തടയുന്ന ജീവിതമാണ്. അവൻ എങ്ങോട്ട് പോകുന്നുവെന്നോ എന്തു ചെയ്യുന്നുവെന്നോ അറിയാൻ കഴിയാത്ത വിധത്തിൽ ഈ ലോകത്തിൽ കർത്താവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ട്, ദൈവത്തിന്റെ സാമീപ്യം നഷ്ടപ്പെട്ട് ഇരുളിൽ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഒന്നുകൂടെ നിന്റെ ജീവിതത്തെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് പിടിച്ചുയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ആ പരമ സാന്നിധ്യം, ആ ചൈതന്യം, ആ ദൈവിക വെളിച്ചം നഷ്ടപ്പെട്ടു പോയി. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ മരിച്ചപ്പോൾ ഇരുളായി മാറിയതുപോലെ, സൂര്യൻ ഇരുണ്ടുപോയതുപോലെ നിന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ജീവിതത്തിൽ ഇരുൾ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആ വെളിച്ചത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവം നിന്നോട് ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയ ദൈവവൈതലേ, ഇനി ഒരു സമയം നമുക്കുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. ഈ വർഷത്തിന്റെ അവസാന നാളുകളിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് എല്ലാ തലങ്ങളിലും, പ്രകൃതിയിലും, പ്രപഞ്ചത്തിലും, ആത്മീയ ഗോളത്തിലും, അനാത്മീയ മണ്ഡലങ്ങളിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ ഒരേപോലെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നും പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ കർത്താവിൽ നിന്നകന്ന് ആ ദൈവിക വെളിച്ചം നഷ്ടപ്പെട്ട് ഈ പ്രപഞ്ചം ഇരുണ്ടുപോയതുപോലെ നിന്റെ ജീവിതം ഇരുളഞ്ഞൊരവസ്ഥയിലാണെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് നിന്നെ വിളിക്കുന്നു. നീ ആ വെളിച്ചത്തിലേക്ക് കടന്നു വാ. നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, എന്റെ ജീവിതത്തിലെ വെളിച്ചം ഇരുളായി പോകരുത്. എന്റെ ജീവിതത്തിലെ വെളിച്ചം ഇരുളായി പോകരുത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 9-ാം വാക്യം. നിക്കോദെമോസ് അവനോട് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, നീ യിസ്രായേലിന്റെ ഉപദേഷ്ടാവ്
3:9 വാക്യം, 19 വാക്യം. യോഹന്നാനിന്റെ സുവിശേഷം 3:19 വാക്യം. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ മനുഷ്യൻ സ്നേഹിക്കുകയാണ്. പണ്ടൊരു ഭക്തൻ ഇങ്ങനെ ഒരു കവി ഇങ്ങനെ പാടി പോലും, ഭക്തനല്ല, വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം. ഇന്ന് ദൈവമക്കളും തമസാണ് ഇഷ്ടപ്പെടുന്നത്. ആരും മുന്നിലൊന്നും ഇഷ്ടപ്പെടത്തില്ല. ഇങ്ങനെ പുറകിലേക്ക് തണുപ്പന്വേഷിച്ച് തൂണിന്റെ മറവും കസേരയുടെ മറവും അന്വേഷിച്ച് ഇങ്ങനെ ഒതുങ്ങി പോകുന്നവരാണ് ദൈവമക്കൾ. വെളിച്ചത്തിലേക്ക് വരാനുള്ള ധൈര്യമില്ലാഞ്ഞതുകൊണ്ടാണോ പ്രാഗൽഭ്യമില്ലാഞ്ഞതുകൊണ്ടാണോ എന്നറിയത്തില്ല. എല്ലാവരും ഇങ്ങനെ പിന്നിലേക്ക് വലിഞ്ഞുകൊണ്ടിരിക്കുക. എന്തിന്റെയെങ്കിലും ഒരു മറവ്. ഇപ്പൊ ഞാൻ ചിന്തിക്കുക, ഇതിന്റെ നടുവിൽ ഒരു 3-4 തൂണുകൾ ഉണ്ടായിരുന്നെങ്കിൽ ആ തൂണിന്റെ ചോട്ടിലെല്ലാം എന്നെ ഹൈവേയിലൊക്കെ ഉള്ള പാലത്തിന്റെ അടിയിൽ തേനീച്ച തൂങ്ങി കിടക്കുന്ന പോലെ ഇങ്ങനെ കുറെ പേര് തൂങ്ങിക്കിടന്നേനെ. എല്ലാവർക്കും മറവ. വെളിച്ചത്തിലേക്ക് വരാനുള്ള ധൈര്യമില്ല, പ്രാഗൽഭ്യമില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, വെളിച്ചം ദുഃഖമാണ്. കാരണം എന്താ? വെളിച്ചത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ള അവസ്ഥയൊക്കെ വെളിപ്പെടും. അതുകൊണ്ട് ഇങ്ങനെ തമസന്വേഷിച്ച് ഇരുളന്വേഷിച്ച് ജീവിക്കുന്നവരാണ് ലോകം. ആ കവി പാടി നമ്മൾ ഏറ്റെടുക്കണ്ട, നമ്മൾ തിരിച്ചു പാടും. തമസ് ദുഃഖമാണുണ്ണി, വെളിച്ചമല്ലോ സുഖപ്രദം. തിരിച്ചു പാടണം പെന്തക്കോസുകാർ. തമസ് ദുഃഖമാണുണ്ണി, വെളിച്ചമല്ലോ സുഖപ്രദം. നമുക്ക് വെളിച്ചമാണ് നല്ലത്. പ്രിയപ്പെട്ടവരെ, വെളിച്ചം നഷ്ടപ്പെട്ടു പോയപ്പോൾ, കർത്താവ് നഷ്ടപ്പെട്ടു പോയപ്പോൾ, ഭൂമി ഇരുണ്ടുപോയതുപോലെ, ലോകം ഇരുണ്ടുപോയതുപോലെ നമ്മുടെ ജീവിതത്തിൽ